നമസ്കാരം. ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലല്ലോ. അത് വേറൊരു വിഷയമായിരുന്നു. ഇതിപ്പോൾ ഇത് തന്നെ വിഷയമായിട്ട് നീട്ടണം. നിങ്ങൾ എനിക്ക് തന്ന അള്ളാഹുവിൻ്റെ കൃപയാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും കൂടി എനിക്ക് തന്ന കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കൂടിപ്പോൾ കാടായിട്ട് മാറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് എന്താ രസം എന്താണെന്നറിയാമോ? ഈ വീട്ടിൽ വന്ന് കയറുന്ന ആളിപ്പോൾ 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പോ പറ്റും, ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ അവർ കണക്കെടുക്കാൻ വേണ്ടി വന്നു, മീറ്റർ റീഡിങ്ങിന് വന്നിവിടെ കയറിയപ്പോൾ പറയാം, അയ്യോ വീടിന് മുമ്പിൽ ഗേറ്റ് തുറന്നുള്ളിൽ, അല്ലാണ്ട് വീടിൻ്റെ അകത്തല്ല. സ്വാമിയുടെ അതിനകത്ത് ഇവിടെ കയറുന്ന സമയത്ത് ഉള്ളിലടിക്കണമെന്നാണ് പറഞ്ഞത്. അവർ തമിഴിലാണ് പറഞ്ഞത്, തണുപ്പ് എന്നുള്ള അർത്ഥത്തിൽ. വീടിന് മുമ്പിൽ മുഴുവൻ, ചെറിയ വീടാണ്, അതിൻ്റെ മുൻഭാഗം വളരെ ചെറുതാണ്, ഉള്ള സ്ഥലത്ത് മുഴുവൻ ഞാൻ ചെടി വളർത്തിയിരിക്കുക. അതിന് മാവുണ്ട്. ആ മാവ് വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും വേറെ ഒന്നും വെക്കേണ്ട വരില്ല. എങ്കിൽ പോലും കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും നനച്ചിട്ട് മാത്രമേ ഞാൻ കാപ്പി കുടിക്കുള്ളൂ. അതൊരു വ്രതമാണ്, ഒരു ശബ്ദമാണ്. ഞാൻ കാപ്പി കുടിച്ചിട്ട് പോയി നനച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ചെയ്യില്ല, ചിലപ്പോൾ മറന്നാലോ. മാത്രമല്ല, ഉച്ച സമയത്ത് ഒരു 11 മണി ആവുന്ന സമയത്ത് ഞാൻ ഹോസ് പൈപ്പ് വെച്ചിട്ട് ചീറ്റും അവിടേക്ക്, അതിൻ്റെ മേലേക്കൊക്കെയും വെള്ളം ചീറ്റും. ആ സമയത്ത് മേലെ നിന്ന് വരുന്ന സൂര്യന് പരിപൂർണമായിട്ട് ഭൂമിയിൽ വന്ന് പതിക്കാൻ പറ്റില്ല. വെള്ളത്തുള്ളികൾ, ഇലമുക്കും വെള്ളത്തുള്ളികളാണല്ലോ. എവിടെയെങ്കിലും ഒരു മരം കണ്ടു കഴിഞ്ഞാൽ വീട് പണിയാൻ സ്ഥലം വാങ്ങിച്ച് വീട് പണിയുന്നതിന് മുമ്പ് എന്താ ചെയ്യുക? അവിടെയുള്ള എല്ലാ മരങ്ങളും വെട്ടിക്കളയും. എന്നിട്ട് അവിടെ ടൈൽസ്, ഇൻ്റർലോക്ക് ഇടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സഹിക്കാൻ കഴിയാതെ ചൂട് വരുമ്പോൾ പറയും സൂര്യൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. സൂര്യനൊന്നും അടുത്ത് വരുന്നില്ല. ആളുകളുടെ സ്വഭാവമാണിതിപ്പോൾ. ആന്തൂറിയം, നല്ല മാവ്, മൂവാണ്ടമാവ് വെട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ ബദാമിൻ്റെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കുട പോലെ നിൽക്കുന്ന സ്റ്റെപ്പായിട്ട്, അതൊക്കെയും വെട്ടിക്കളഞ്ഞ് എന്നിട്ട് കുറേ ചട്ടികൾ, അന്തൂറിയം അതൊക്കെ വാങ്ങിച്ചു വയ്ക്കും, ബോൺസായി സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കും. ടെറസിൻ്റെ മേലെ ചൂട് തട്ടുമ്പോൾ അത് മുഴുവൻ ടെറസ് സ്വീകരിച്ചെടുക്കും പകല് മുഴുവൻ. രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കും ചൂട്. എങ്ങനെയാണ് ആളുകൾ ഈ പച്ചപ്പിൻ്റെ വിരോധികളായതെന്ന് അറിയില്ല. എപ്പോഴാണ് കേരളീയർ ഈ പച്ചപ്പിൻ്റെ വിരോധികളായതെന്ന് അറിയില്ല. ഏറ്റവും വലിയ രസം, ഞാനിത് പറയുന്ന സമയത്ത് UAE മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചാറ്റൽ മഴയാണ്. ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമ്മൾ ഷാർജയിൽ നിന്ന് വരുന്ന സമയത്ത് മരുഭൂമിയിൽ നോക്കി അവിടെ ചെറിയ ഈ ചൂടുകാലത്ത് ഉണ്ടാവുന്ന ഒരു തരം ചെടികളുണ്ട്. എത്ര ചൂടുണ്ടെങ്കിലും അവിടെ ഉണ്ടാവും. നാളെ ആ മണലിൽ കൈ വെച്ചാൽ കൈ പൊള്ളും, പക്ഷെ ആ ചെടി ഉണ്ടാവും. ആ ചെടിയുമ്പോൾ കുരുമുളകിൻ്റെ പോലെ ചെറിയ മണികൾ ഉണ്ടാവും. അത് കയ്യിൽ വെച്ചിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ വെള്ളം പോലെ വരും. അതാണ് ഈ ഒട്ടകങ്ങളൊക്കെയും തിന്നുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ പച്ച പുല്ലുകളൊക്കെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ UAE ഊട്ടിയായിട്ട് മാറും. ഊട്ടി പാലൈവനച്ചോല മരുഭൂമിയായിട്ട് മാറും കേരളം, നമ്മുടെ നാട്. നമ്മുടെ നാട്ടിലിപ്പോൾ പാലക്കാട് 41.8 ഡിഗ്രി. ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും പരിചയമില്ല. ഗൾഫിൽ 42-42 വരുന്നുണ്ട്. പക്ഷേ അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംവിധാനമുള്ളത്? ആയതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവർ പുറത്തിറങ്ങിയ ജോലിയാണ്, വേറെ മാർഗമില്ല, ജീവിക്കണ്ടേ. ഈ സമയത്ത് ഇത്രയും 41.8 ഡിഗ്രിയുള്ള പാലക്കാട് 3 പേരോ മറ്റോ മരിച്ചിട്ടുണ്ട്. അവരിതിനെ വകവയ്ക്കാതെ പുറത്ത് കിടന്നും ജീവിക്കണ്ടേ. ആ സമയത്ത് മൂക്കിക്കൂടെ ചോര വന്നും ബോധം കെട്ട് വീണും മരിച്ചിട്ടുണ്ട് ആൾക്കാർ. അതുപോലെ എത്തി കാര്യങ്ങൾ.
അതിന് പല പല കാരണങ്ങളും അതിനകത്തുണ്ട്. ഇന്നിപ്പോൾ തമിഴ്നാട് ടി വിയിൽ വന്നിരിക്കുകയാണ്, ചെന്നൈയിൽ ടാറിട്ട റോഡുകൾ, കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ, അതിലൂടെ നടക്കരുത്, നടക്കുകയാണെങ്കിൽ കുട ചൂടണം, അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. കാരണം 2 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത്, അതോ 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് 43 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് വരാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ അനൗൺസ് ചെയ്തിരിക്കുക. അപ്പം അടിയിലും കോൺക്രീറ്റ്, 2 വശത്ത് ബിൽഡിംഗ് കോൺക്രീറ്റ്, മേലെ എല്ലായിടത്തും കോൺക്രീറ്റ്. സൂര്യൻ നമുക്ക് തരുന്നത് 35, 36, 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ അത് സ്വീകരിച്ച് അതിൽ 43 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിട്ടാണ് നമ്മുടെ തലയിലേക്ക് കൊണ്ടിടുക. നമ്മുടെ നാട്ടിൽ മരത്തിന് വിലയുള്ള പശ്ചിമഘട്ടം കട്ട് ചെയ്ത് നശിപ്പിച്ചു. കട്ടെടുത്ത് പള്ളി പണിയാനും എല്ലാവരും കൂടിയിട്ട്, പള്ളിക്കാരും പട്ടക്കാരും കൂടിയിട്ട്, ഇനി ഈ തലമുറയ്ക്ക് കൂടി കാണാം ഗവി, അല്ലെങ്കിൽ മൂന്നാർ, അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി. ഈ തലമുറയ്ക്ക് കൂടി കാണാം. അടുത്ത തലമുറ ഈ തലമുറയോട് ചോദിക്കും, കാടെവിടെ അച്ഛാ എന്ന്. കാടെവിടെ മക്കളെ എന്നല്ല, കാടെവിടെ അച്ഛാ. ഇവിടെ ആനയുണ്ടെന്നായി പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ, നുണയായിരുന്നില്ലേ അതൊക്കെ എന്ന് അടുത്ത കുട്ടികൾ പറയും. കടുവയുള്ള കാടാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലേക്ക് ഇവിടെയുള്ള വലതുപക്ഷ സർക്കാരുകൾ മുഴുവൻ വോട്ടിന് വേണ്ടി പള്ളിക്കാരനെയും പട്ടക്കാരനും മുമ്പിൽ തലകൂപ്പിട്ട് നിൽക്കും. അവർ പറയും, ആ സ്ഥലം താ, ഈ സ്ഥലം താ. അവിടെ ആദ്യം ഒരു കുരിശ് വയ്ക്കും, പിന്നീട് ചുറ്റും അവർ ഡൊമിനേറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവിടെ വീടുകൾ വരും, കുറച്ച് കഴിയുമ്പോൾ റോഡുകൾ വരും. അത്രയും ഭാഗം ഹെക്ടർ കണക്കിന് പോച്ച് ആദ്യം തന്നെ മരം വെട്ടി വെക്കും. ഇത് പല കാരണങ്ങളിൽ ഒന്നാണ് കേട്ടോ, പല കാരണങ്ങളിൽ ഒന്നാണ്. ഏതായാലും ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്. ഞാൻ കുന്നത്തൂർമയുടെ പാലക്കാട് താമസിക്കുമ്പോൾ അവിടെ ഒരു വക്കീൽ, അദ്ദേഹത്തിന് അന്ന് ഒരു 19 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മരങ്ങൾ പോലും അദ്ദേഹം വെട്ടിയിട്ടില്ല. ആ വീട്ടിലെ ഫാനും ഇല്ല, AC ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. കാട്ടുമരങ്ങളാണ് നിൽക്കുന്നത്, നാട്ടുമരങ്ങളല്ല. അതവിടെ ഉണ്ടായിരുന്നു, അതുകൂടെ നിൽക്കുന്നു. തന്നെത്താൻ വീഴുന്നു പോണെങ്കിൽ വീണു പോകട്ടെ. ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഞാനവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു പല്ലിൻ്റെ അവിടെ വേദന വന്നിട്ട് ഞാൻ ദന്ത ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവിടേക്ക് കയറിപ്പോകുന്ന ആ ഗേറ്റിൻ്റെ അവിടെ ഇപ്പുറത്ത് 3 ചട്ടി, അപ്പുറത്ത് 3 ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കയറി ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ ഒന്നും തോന്നരുത്. ഇല്ല, ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൂടെ. രണ്ടാമത്തെ സിറ്റിങ്ങിന് പോയ സമയത്ത് അതൊക്കെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കിടന്നിരുന്ന ഇലകൾ മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നി, സ്വാമി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുന്ന പോലെ. ചില ആളുകൾ അങ്ങനെയാണ്. ചട്ടി വാങ്ങിച്ചു വയ്ക്കും, ചെടി വാങ്ങിച്ചു വയ്ക്കും, നനയ്ക്കില്ല, പിന്നെ ചട്ടി മാത്രമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. മരവിരോധികൾ, പച്ചപ്പിൻ്റെ വിരോധികൾ. ഏതായാലും നിങ്ങളുടെ നല്ല ഹൃദയം കൊണ്ട് എനിക്ക് സമ്മാനിച്ച സ്വാമിക്കൊരു കൂട്, അത് ഞാൻ ഇപ്പോൾ വർഷം 4 ആയി കേട്ടോ. ഇന്നലെ എന്നോണം പണിത വീടാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും. എന്നെപ്പോൾ ഈ രീതിയിലാക്കി ഞാൻ മാറ്റിയെടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറൊരു കാര്യത്തിൽ എടുത്തതാണ്. അതിപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് കരുതി ആ വീഡിയോ എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളത് കാണണം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ്. എൻ്റെ അപ്പുറത്തെ വീടും കാണിച്ചിട്ടുണ്ട്. ഈ പച്ച നിറത്തിലുള്ളതാണ് എൻ്റെ വീട്. ആ വീടിൻ്റെ മുൻഭാഗത്ത് കണ്ടോ, അവിടെ വന്ന് ഉണ്ടാക്കിയിട്ടൊരു മാവുണ്ട്. അത് നല്ല വലുപ്പത്തിൽ വളർന്നു കഴിഞ്ഞു. അതിൻ്റെ മുമ്പിലൊരു വേപ്പും മരവും ഇവിടെ കണ്ടോ. ഇതിനകത്തുകൊണ്ടൊരു മാവ്. ഈ രീതിയിലാണ് എൻ്റെ വീട് ഞാൻ സൂക്ഷിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് പോലും അനാവശ്യമായിട്ട് ഒന്നുപോലും ആ പച്ചപ്പ്, ഇത്രയും വേനൽക്കാലത്ത് പോലും ആ പച്ചപ്പ് അവിടെ കിടക്കുന്ന കണ്ടോ. വീടിൻ്റെ എല്ലാവരും വന്ന് പറയും, അയ്യോ സ്വാമി അവിടെ പാമ്പ് വരില്ലേ? ഞാനത് നോക്കുന്നൊന്നുമില്ല.
ഞാൻ കാലത്ത് ഞാൻ ചായ കഴിക്കുന്നതിന് മുൻപ് ഇവിടെ വന്നതൊക്കെ നനയ്ക്കും, എന്നിട്ട് ഞാൻ ചായ കുടിക്കൂ. കണ്ടോ, വീടിൻ്റെ മുൻപാണ് കാണുന്നത്. ശരിയായിട്ട് പറഞ്ഞൊരു പർണകുടീരം പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇതൊരു പർണകുടീരമാവും. അങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ. എന്താണ് കേരളീയർ ഇങ്ങനെ ഈ പച്ചപ്പിൻ്റെ വിരോധികളായിട്ട് മാറിയത്? എന്നാണ് അവരങ്ങനെയായി മാറിയതെന്ന് എനിക്കറിയില്ല.